ബോളിവുഡിലെ മുൻനിര നായികയാണ് സോനം കപൂർ. അച്ഛൻ അനിൽ കുമാറിന്റെ പാതയിലൂടെ സിനിമയിലെത്തുകയായിരുന്നു. രൺബീർ കപൂറിനൊപ്പം സാവരിയ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സോനം കപൂറിന്റെ അരങ്ങേറ്റം. തൻ്റെ ഫാഷൻ സെൻസിന്റെ പേരിലും സോനം കപൂർ ഒരുപാട് ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട്. ബോളിവുഡിലെ ഫാഷൻ ഐക്കണെന്നും താരത്തെ വിശേഷിപ്പിക്കാം. നിരവധി ബോളിവുഡ് സെലിബ്രിറ്റികൾ, അവരുടെ പങ്കാളികൾ, കുടുംബം, സുഹൃത്തുക്കൾ എന്നിവരോടൊപ്പം 2024 സ്വാഗതം ചെയ്തപ്പോൾ സോനം കപൂർ തൻ്റെ 2023 കുറിച്ച് ചിന്തിക്കുകയും ഭർത്താവ് ആനന്ദ് അഹൂജയുടെ അപൂർവ രോഗത്തെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തു. കുടുംബത്തോടൊപ്പമുള്ള അവിസ്മരണീയമായ നിമിഷങ്ങൾക്കൊപ്പം 2023 താൻ നേരിട്ട ഉയർച്ച താഴ്ചകളെക്കുറിച്ചുള്ള ഒരു നീണ്ട കുറിപ്പ് പങ്കിട്ടുകൊണ്ട് സോനം എഴുതി. കഴിഞ്ഞ വർഷം ഒരു റോളർ കോസ്റ്റർ ആയിരുന്നു. നമ്മൾ മാതാപിതാക്കളെന്ന വസ്തുതയും അതിലൂടെ ഉണ്ടായ സന്തോഷങ്ങളും ഭയങ്ങളും എല്ലാം അംഗീകരിക്കാൻ ഒരുങ്ങുന്നു. വൈകാരികമായും ശാരീരികമായും ആത്മീയമായും ഞാൻ അടിമുടി മാറി. ആദ്യം അത് വേദനയും സ്വീകാര്യതയും ഒടുവിൽ ആഹ്ലാദവുമാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുന്നു. അനന്തരം ആനന്ദിൻ്റെ രോഗത്തെക്കുറിച്ച് അവൾ പറയുന്നു. പിന്നെ എൻ്റെ ഭർത്താവിന് അസുഖം ബാധിച്ചതും ഒരു ഡോക്ടർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തതും ഒടുവിൽ കണ്ടുപിടിക്കുന്നതും അത് എന്തായിരുന്നുവെന്ന് ഓർമ്മയിലുണ്ട്. ടാലന്റ് ഏജൻസികളെ മാറ്റുന്നതിനെ സംബന്ധിച്ചും വർഷത്തിൽ 4 തവണ പുതിയ വീടുകളിലേക്ക് മാറുന്നതിനെക്കുറിച്ചും സോനം വെളിപ്പെടുത്തി. എൻ്റെ ജോലിക്കിടയിൽ ഭർത്താവിൻ്റെ എക്സ്പൊണൻഷ്യൽ വളർച്ചയിൽ ഞാൻ അദ്ദേഹത്തെയും പിന്തുണച്ചു. എൻ്റെ വിലയേറിയ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം സമയം ചിലവഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും ജോലി ആരംഭിച്ചു. അങ്ങനെ ഏറ്റവും കഠിനവും അതിശയകരം നിറഞ്ഞതും സമ്പന്നവുമായ വർഷമാണ് 2023 എനിക്ക്, അവർ കൂട്ടിച്ചേർത്തു. ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചും താരം പങ്കുവെക്കുന്നു. ഹമാസും ഒരു നല്ല ഭാവി പ്രതീക്ഷിക്കുന്നു, അവൾ എഴുതി. ഉയർച്ച താഴ്ചകൾക്കൊപ്പം വരുന്ന എല്ലാ പാഠങ്ങളും വളർച്ചകളുമായി ഈ വർഷവും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യുദ്ധം ഒന്നിനും കാരണമാകില്ലെന്ന് ലോകം മനസ്സിലാക്കും. നഷ്ടപ്പെട്ട എല്ലാ ജീവനുകൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് അന്യായവും ഭയാനകവുമായ യുദ്ധമാണ്. അവിടെ സാധാരണക്കാരും കുട്ടികളും മാത്രം പരിക്കേൽക്കുന്നു. അധികാരത്തിലുള്ള ആളുകൾ രാക്ഷസന്മാരെ പോലെ പെരുമാറുന്നു. ഈ പുതുവർഷത്തിൽ ഞാൻ ഈ ലോകത്ത് സമാധാനവും സന്തോഷവും പ്രതീക്ഷിക്കുന്നു. എനിക്ക് ലഭിച്ച ജീവിതത്തിന് നന്ദിയും വിനയവും നിറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ, എല്ലാവർക്കും സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അമ്മയായതോടെ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു സോനം കപൂർ. ബ്ലൈൻഡ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു തിരിച്ചുവരവ് നടത്തിയത്. വർക്ക് ഫ്രണ്ടിൽ ബാറ്റിൽ ഫോർ ബിട്ടോറ എന്ന ചിത്രത്തിലാണ് സോനം അഭിനയിക്കുന്നത്. ബിട്ടോറയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു ആനിമേഷൻ വിദഗ്ധനെ കുറിച്ചുള്ള കഥ പറയുന്ന ഒരു നോവലിൻ്റെ അനുകരണമാണിത്. അവൾ ഒരു മുൻ രാജകുടുംബത്തിനെതിരെ മത്സരിക്കുമ്പോൾ കാര്യങ്ങൾ രസകരമാണ്. കഥയ്ക്കൊരു പ്രത്യേക ട്വിസ്റ്റ് ചേർക്കുന്നു. നേരത്തെ ഫവാദ് ഖാൻ നായകനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇപ്പോൾ മറ്റൊരു നടനെ തേടുകയാണ് അണിയറ പ്രവർത്തകർ. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.